നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും തീക്കനലാകാൻ പോവുകയാണോ? ലോകം ഇന്ന് ഭീതിയോടെ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണവും ഇറാന്റെ പ്രതികരണ ഭീഷണിയും കൂടി വന്നതോടെ ഇതുവരെ നിയന്ത്രണത്തിലാണ് എന്ന് കരുതിയ സംഘർഷം ഇനി പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽപാത തന്നെ ഇപ്പോൾ യുദ്ധത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വെടിനിർത്തൽ നിലനിൽക്കുന്നതിനിടെ ദക്ഷിണ ഇറാനിൽ US സൈന്യം ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ബോട്ടുകളും ഒരു മിസൈൽ വിക്ഷേപണ കേന്ദ്രവുമാണ് US ലക്ഷ്യമിട്ടത്. അമേരിക്കൻ സൈനികർക്കെതിരെയുള്ള ഭീഷണി തടയാനും തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കാനുമാണ് ഈ നീക്കമെന്ന് US സെൻട്രൽ കമാൻഡ് വാദിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച 2 IRGC ബോട്ടുകളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ച ബന്ദർ അബ്ബാസിലെ മിസൈൽ കേന്ദ്രവുമാണ് തകർത്തത്. അതേസമയം ഈ ആക്രമണം നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമോ അതിന്റെ അവസാനമോ അല്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം പരിമിതമായ തോതിൽ മാത്രമുള്ളതാണെന്നും ഇത് തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ആക്രമണത്തെ തുടർന്ന് ബന്ദർ അബ്ബാസ്, സിറിക്, ജാസ്ക് എന്നിവിടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറണം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നശിപ്പിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നടപടി. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടില്ല എന്നും US അറിയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ശാന്തമായിരുന്ന അന്തരീക്ഷം വീണ്ടും വഷളാകാനാണ് സാധ്യത. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. മേഖലയിൽ വീണ്ടും പ്രത്യാക്രമണങ്ങൾക്ക് ഇറാൻ മുതിരുമോ എന്ന് തുടർ മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവൂ. US നടത്തിയ ആക്രമണം പ്രതിരോധ നടപടിയാണെന്ന് വിശദീകരിച്ചുവെങ്കിലും ഇറാൻ അത് നേരിട്ടുള്ള പ്രകോപനമാണ് എന്നതാണ് വാസ്തവം. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കാൻ അമേരിക്കൻ സൈനിക ശക്തി പ്രയോഗിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ അപകടകരമാക്കുകയാണ്. ലോകത്തിന്റെ ഏകദേശം 20% എണ്ണയും വാതകവും ഹോർമൂസ് വഴിയാണ് കടന്നുപോകുന്നത്. ഈ കടലിടുക്ക് പൂർണ്ണമായോ ഭാഗികമായോ അടഞ്ഞാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങും. എണ്ണവില കുത്തനെ ഉയരും. ഗൾഫ് രാജ്യങ്ങളിലെ സമാധാനം പോലും തകരും. ലോകമെമ്പാടും വിലക്കയറ്റത്തിന്റെ പുതിയ തരംഗമുണ്ടാകും. ഇതിനൊപ്പം മറ്റൊരു വലിയ ഭീഷണിയും ഉയരുന്നുണ്ട്. ഈ യുദ്ധം ഇനി ഇറാനും അമേരിക്കയും മാത്രമുള്ളതാകില്ല. ഹിസ്ബുള്ള, ഹൂതികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇസ്രയേൽ, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ സംഘർഷത്തിന്റെ ചൂടറിഞ്ഞു കഴിഞ്ഞു. ഒമാനിലേക്കും കടലിടുക്കിനരികിലേക്കും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവങ്ങൾ സ്ഥിതിഗതികൾ എത്ര ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കും. അതിലും വലിയ ഭീഷണി എന്തെന്നാൽ ഈ യുദ്ധം നിയന്ത്രണം വിട്ടാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ മുഴുവൻ ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാകുമെന്നുള്ളതാണ്. ഗൾഫ് മേഖലയിലുള്ള US സൈനിക സാന്നിധ്യം തന്നെ വലിയ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കും. ഇതിനകം തന്നെ ഇറാൻ ഹോർമൂസ് പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് യുദ്ധം കടലിൽ നിന്ന് ആകാശത്തേക്കും അവിടെ നിന്ന് മുഴുവൻ പശ്ചിമേഷ്യയിലേക്കും പടരാൻ ഇനി അധിക സമയം വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപിന്റെ ആക്രമണാത്മക നയങ്ങളും ഇസ്രയേലിന്റെ സമ്മർദ്ദ രാഷ്ട്രീയവും ചേർന്നപ്പോൾ സമാധാന ചർച്ചകൾക്ക് പോലും ഇപ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. ഒരു വശത്ത് ഖത്തറിൽ ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ബോംബാക്രമണങ്ങൾ തുടരുന്നത് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ ഭയാനകമാണ്. സമാധാനത്തിന്റെ വാതിൽ അടയുകയും യുദ്ധത്തിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു എന്നത്. ഇനി തെറ്റായ ഒരു നീക്കം മതി. പശ്ചിമേഷ്യ മാത്രമല്ല, ലോകം മുഴുവൻ അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരും. ആ തെറ്റായ നീക്കം ആര്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക ചോദ്യം.